എല്ലാ വ്യൂവേഴ്സിനും ഷീനാസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ടൊമാറ്റോ റൈസ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുന്ന തരത്തിലുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പി ആയിരിക്കും ഇത്. നമ്മൾ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മളിതിലേക്ക് കുറച്ച് ഓയിലും ഒരു 1/4 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലം ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 വലിയുള്ളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഉള്ളി ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇതിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ടൊന്ന് വാടി ഒരു ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ടൊമാറ്റോ റൈസാണ് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ തക്കാളിയുടെ ഒരു കളറും അതുപോലെ അതിൻ്റെ പുളിയെല്ലാം നമുക്ക് ഈ റൈസിലേക്ക് ഇറങ്ങി വരണം. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം ഒരു 4 വലിയ സൈസ് തക്കാളിയെല്ലാം ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ടൊമാറ്റോ റൈസിന് ശരിക്കും ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റുന്നൊരു സമയം കൂടുതലായിട്ട് ആവശ്യമുള്ളൂ. നമ്മൾ റൈസ് വേവാനായിട്ട് ഒരു 10 മിനിറ്റ് മതിയാവും. നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളെല്ലാം ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന അരിയാണിത്. അധികം വേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. നമ്മൾ അരി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരി വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഈ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 2 കപ്പ് അരി എടുത്തതിന് അതേ അളവിൽ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ഉപ്പെല്ലാം പാകത്തിന് നോക്കി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിവിടെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വിസിൽ വന്നതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓഫ് ചെയ്തിട്ട് വെച്ചതായിരുന്നു. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തുറക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാണ്, നല്ല വെജിറ്റബിൾ ബിരിയാണിയുടെയൊക്കെ ഒരു സ്മെല്ലാണ് നമുക്ക് വരുന്നത്. എല്ലാം വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നമ്മളെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഈ റൈസിന് ശരിക്കും നമുക്കൊരു സൈഡ് ഡിഷ് അല്ലെങ്കിൽ കറി ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് തൈരോ പപ്പടമോ എല്ലാം കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഫറെൻറ്റ് റൈസ് റെസിപ്പിയാണിത്. ബാച്ചിലേഴ്സിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.